ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി തീർക്കാൻ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദൈവവചനങ്ങൾ നിങ്ങളുടെ കിടക്കയിലിരുന്ന് നിങ്ങളെന്നും പാരായണം ചെയ്യുക. കിടന്നുറങ്ങുന്ന കട്ടിലിലിരുന്ന് പറയുന്ന ഓരോ വാക്കും നിശ്ചയമായി നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളവിടെ ദൈവവചനത്തെയാണ് ഉരുവിടുവാനും പാരായണം ചെയ്യുവാനും തയ്യാറാകുന്നതെങ്കിൽ അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ മാറ്റും. അത് പുനഃസ്ഥാപനത്തിന് വിധേയമാകില്ലെന്ന് പോലും ചിന്തിക്കുന്ന പലരുടെയും ദാമ്പത്യ ജീവിതത്തെ ശക്തമായ രീതിയിൽ മടക്കിക്കൊണ്ടുവരും. ഒരുപാട് പേർ അവരുടെ കുടുംബ തകർച്ചകളുമായുള്ള വിഷയത്തിൽ പ്രാർത്ഥിക്കുവാനെത്തിയപ്പോൾ നിരവധി വ്യക്തികളോട് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഒരു സ്പിരിച്വൽ ടാസ്ക്കാണിത്. അത് ചെയ്തവരുടെ പലരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ചെയ്ത സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനും സജീവമായി അത് മുന്നോട്ട് പോകാനും നിങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുകൂടാതെ അത് ഏറ്റവും ബലപ്പെട്ട് നിലനിർത്തുവാൻ ആവശ്യമായ കുറച്ച് പ്രാർത്ഥനാ വാക്കുകൾ, അതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതായ ചില വ്യക്തമായ പോയിൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വലിയവനായ യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. 128 സങ്കീർത്തനമാണ് സാധാരണ വിവാഹ ശുശ്രൂഷകളിൽ ദമ്പതിമാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ശുശ്രൂഷകന്മാർ പൊതുവെ വായിക്കാറുള്ളത്. 128 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ ശക്തമായ ആത്മീക പ്രചോദനം നൽകുന്നതാണ്. സത്യത്തിൽ ഈ വചനം എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ വായിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. കുടുംബ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ വചനം വലിയൊരു സഹായകമാണ്. അധ്വാന ഫലം കൊണ്ട് തൃപ്തി പ്രാപിക്കാൻ കഴിയാതെ പോകുന്നവർക്ക് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്നുള്ളതായ ഇതിലെ വാക്ക് നിശ്ചയമായും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് കിട്ടുന്ന തുക നിങ്ങൾക്ക് ഉതകുന്നതിന് കാരണമാകുവട്ടെ എന്നുള്ള ദൈവ അനുഗ്രഹമാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് നല്ല വാർദ്ധക്യം വരെയുള്ളതായ സുസ്ഥിരമായിരിക്കുന്ന ദീർഘായുസ് ഉണ്ടാകട്ടെ എന്നും നിങ്ങളുടെ മക്കളെ മാത്രമല്ല മക്കളുടെ മക്കളെയും കാണട്ടെ എന്നുള്ള ആശീർവാദമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനപ്പുറം നമ്മുടെ മക്കൾ വലുതായി അവരുടെ കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടെ കർത്താവിൽ കണ്ട് അവരെയും ആശീർവദിച്ച് ഈ ഭൂമിയിലുള്ള നമ്മുടെ നിയോഗം പൂർത്തീകരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ആ ഒരു സന്തോഷ കാലഘട്ടത്തിന് വേണ്ടിയുള്ള അനുഗ്രഹമാണ് ഈ തിരുവെഴുത്തിലുള്ളത്. നിങ്ങളിത് എന്നും വായിക്കുക. ഞാനിത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു ആത്മിക സന്തോഷ പ്രചോദനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. രണ്ടാമത് നമ്മുടെ കിടപ്പറയിൽ നാം പറയേണ്ടത് നമ്മൾ ഏത് സാക്ഷ്യം ഉയർത്തുന്നു, നമ്മൾ എന്തിൽ ആശ്രയം വെക്കുന്നു എന്നുള്ള വാക്കാണ്. യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 15 വാക്യമാണ്. യോശുവ അവിടെ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് യോശുവ എന്ന് പറയുന്ന ദൈവദാസൻ്റെ ഏറ്റവും ശക്തമേറിയ സാക്ഷീകരണമായിട്ട് തിരുവെഴുത്തിൽ ആദിയോടന്തം യോശുവയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും ദൈവഭക്തന്മാർ പറയാറുള്ള ഒരു പ്രസ്താവനയാണ്. പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന നേരങ്ങളിൽ ദൈവഭക്തന്മാർ പറയാറുള്ള ഒരു വാക്കാണ്. നമുക്കും ഇത് പറയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇനി തീർന്നില്ല. കൊലോസി ലേഖനം 3 അധ്യായത്തിൻ്റെ 12 വചനം, അവിടെ ഉപദേശ രൂപത്തിലുള്ളതായ തിരുവെഴുത്തുകൾ നമ്മളോട് പറയുന്നു. 12 മുതൽ 15 വരെയുള്ളതായ വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ കേൾക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കേട്ടല്ലോ പറഞ്ഞത്. അടുത്ത വാക്ക് കേട്ടെ.
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. പിടിവാശികളെയും വിദ്വേഷങ്ങളെയും ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെയും എല്ലാം വിട്ടുകളഞ്ഞിട്ട് കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക എന്നുള്ളത് ദൈവവചനം പറയുന്നു. 14-ാമത്തെ വചനം ഇങ്ങനെയാണ്: എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. നമ്മൾ ധരിക്കുന്ന ഏറ്റവും മനോഹരമായ ഓർണമെൻറ്റ് അതേതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മാലയാണ്, എൻ്റെ നെക്ലസ്സാണ്, എൻ്റെ ഡയമണ്ട് ഉള്ളതായ എൻ്റെ കമ്മലാണെന്ന് ഒരുപക്ഷെ സ്ത്രീകൾ പറയുമായിരിക്കും. പുരുഷന്മാർ പറയുമായിരിക്കും എൻ്റെ വാച്ചാണ്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ്. പക്ഷേ ഒരു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആഭരണം അത് സ്നേഹമാണ്. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണയുടെ ബന്ധമായ സ്നേഹമാണ് നമ്മൾ ധരിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. തീർന്നില്ല. 15-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നു: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളുടെ മേൽ വാഴേണ്ടതായിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, ഈ തിരുവെഴുത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ജ്വലിക്കട്ടെ. അതിൻ്റെ 18-ാമത്തെ വചനം ഭാര്യമാരോടുള്ളതായ ദൈവത്തിൻ്റെ ആലോചനയാണ്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. 19-ാമത്തെ വാക്യം: ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായി ഇരിക്കുകയും അരുത്. ഈ ദൈവവചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ കിടപ്പറയിൽ പാരായണം ചെയ്യുവാൻ നിങ്ങൾ അല്പസമയം കണ്ടെത്തുക. നമ്മളൊരു പക്ഷേ കിടക്കാൻ വേണ്ടി എത്തുമ്പോൾ നമ്മളുടെ ബെഡിലേക്ക് പെട്ടെന്ന് നമ്മൾ കിടക്കുന്നൊരു ശീലമായിരിക്കും നമുക്കുള്ളത്. പാടില്ല. അവിടെ ഇരുന്ന് അല്പസമയം നിങ്ങൾ ഒരുമിച്ച് ഈ വചനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ജീവിതം ഇത്രത്തോളം ധന്യമാക്കിയ കർത്താവിന് സ്തോത്രം ചെയ്യുവാനും നിങ്ങൾ തയ്യാറാകണം. ആ സമയത്ത് ഭർത്താവ് ഞാൻ യേശുവാണെന്നുള്ള നിലയിൽ തൻ്റെ ഭാര്യയെ സഭയെന്ന പോലെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ആ ടൈമിൽ വൈഫ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാകുന്നു എന്നുള്ള നിലയിൽ ആ ഒരു പരസ്പര ആത്മീയതയുടെ സ്നേഹാനുഭവം പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ചർച്ചിൽ കർത്താവിൻ്റെ തിരുമേശ ശുശ്രൂഷ കഴിയുമ്പോൾ എല്ലാവരെയും ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഇരുവശങ്ങളിലേക്കും കരങ്ങൾ വിരിച്ചു പിടിച്ച് കാലുകൾ ചേർത്ത് വെച്ച് ക്രൂശീകരിക്കപ്പെട്ടവനായ കർത്താവായ യേശുവിനെ പോലെ അല്പനേരം ക്രൂശിത രൂപത്തിന് അനുരൂപമായി നിങ്ങൾ നിൽക്കാൻ പറയും. അങ്ങനെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ തിരുമേശയിൽ പങ്കുചേരാത്തവരും കൂടി ആ സമയം എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. ജനങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് വലിയൊരു ആത്മീയ ഉണർവ് ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുകയും തൊട്ടു മുമ്പ് ആചരിച്ച കർത്താവിൻ്റെ തിരുമേശയുടെ ശക്തി എല്ലാവരിലേക്കും അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടുകൂടെ വെളിപ്പെടുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ദമ്പതിമാരെ തമ്മിൽ കരം കൊടുത്ത് യോജിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയും സഭയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപദ്ധതിയാണ് ക്രൈസ്തവ കുടുംബജീവിത രൂപീകരണത്തിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ഹസ്ബൻഡ് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ രൂപമായിട്ടാണ് നിൽക്കുന്നത്. വൈഫ് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമായ സഭയായിട്ടാണ് നിൽക്കുന്നത്. മേലിൽ അവർ രണ്ടല്ല, ഒന്നത്രേ. അപ്പോൾ ദൈവമാണ് അവരെ സംയോജിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിവാഹ ബന്ധം ചെയ്ത ആ ഒരു നിലയിൽ പരസ്പരം വലത് കരങ്ങളെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ തിരുവെഴുത്തുകളെ വായിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെന്ന് വെക്കുക. ഹസ്ബൻഡ് മറ്റൊരിടത്തും വൈഫ് മറ്റൊരിടത്തും. നിങ്ങളെ ഒരുപക്ഷെ ജോലിപരമായിട്ട് മാറി നിൽക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി വിദേശ രാജ്യത്തായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ നിങ്ങളെ കിടക്കുന്ന നിങ്ങളുടെ ബെഡിനരികിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൽ കരം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മൂന്നാമത് മറ്റൊരു കാര്യം, നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ നിങ്ങളുടെ പങ്കാളി ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വെച്ചോ. നിങ്ങളെ വിളിക്കുന്നില്ലായിരിക്കാം, നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ലായിരിക്കാം, നിങ്ങളുടെ നമ്പറുകൾ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഈ ദൈവവചനം നിങ്ങൾ വിവാഹിതരായിരിക്കെ ഈ ദൈവവചനം നിങ്ങൾ ഉരുവിട്ട് വായിച്ചുകൊണ്ട് നിങ്ങളുടെ കട്ടിലേലിരുന്ന് ഈ തിരുവെഴുത്തുകളെ വായിക്കുകയും അതോടുകൂടെ നിങ്ങളുടെ ഈ ഹാർട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കരം വെച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആ പ്രാർത്ഥന ഒരു ഭയങ്കരമായ റിസൾട്ടാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ആ പങ്കാളിയെ മടക്കി കൊണ്ടുവരും. അപ്പോൾ അതായത് ഇങ്ങനെ കൈതൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? തൊട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കർത്താവിനോട്
സ്വന്തം ഫാമിലി ലൈഫിനെ തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരെല്ലാം നെഞ്ചോട് ഇങ്ങനെ കരം ചേർത്ത് അമർത്തി പിടിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കുടുംബ ബന്ധങ്ങളെ ഛിദ്രമാക്കുന്ന നിലയിൽ ആരുടെയെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കണമെന്ന് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് കൃത്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. ഇനിയും ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം ധാരാളമായിട്ട് വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. അതായത് പരസ്പര സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്. ഹസ്ബൻഡിന് വൈഫിനെ ഇഷ്ടമാണ്, വൈഫിന് ഹസ്ബൻഡിനെ ഇഷ്ടമാണ്, നമുക്ക് പരസ്പരം ഇഷ്ടമാണ്. പക്ഷേ ഈ ഇഷ്ടത്തിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ആ ഇഷ്ടത്തിനൊരു അളവുണ്ട്. അപ്പോൾ ആ അളവ് നിലവിലുള്ളതിന് തന്നെ തുടർന്നാൽ ആ ദാമ്പത്യ ജീവിതം എവിടെയോ ഫ്രീസായി പോയതുപോലെ സാഹചര്യം വരും. രണ്ടുപേരും ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിലും പരസ്പരമുള്ളതായ ആ ഒരു പ്രണയം സൗഹൃദം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ രസം ഉണ്ടാകുകയില്ല. അപ്പോൾ എവിടെയോ മെല്ലെ ഒരു മരവിപ്പും മന്ദീഭാവവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫാമിലി ലൈഫിൻ്റെ ആ ഒരു ത്രില്ല് അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ എല്ലാ ദിവസവും സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ വർദ്ധിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു ചെടി നട്ടിട്ട് അത് വളരുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കായ്ഫലം ഉണ്ടാകുകയില്ല, പൂക്കത്തുമില്ല. എന്നാൽ വളരുന്ന ആ ഒരു സസ്യത്തിൽ പൂക്കാലങ്ങൾ വരുന്ന പോലെ വർദ്ധിക്കുന്ന സ്നേഹബന്ധത്തെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പരസ്പരം മനസ്സിലാക്കാനുള്ള ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നിന്നെ അറിയാം, അല്ലെങ്കിൽ നീ എന്നെ അറിയുന്നുണ്ടല്ലോ, നിനക്ക് എന്നെ മനസ്സിലാവുമല്ലോ. ഇതല്ല, നമ്മൾക്ക് അറിയാവുന്നതിനേക്കാൾ അപ്പുറത്ത് വലുതാണ് നമ്മളോട് കൂടെ നിൽക്കുന്ന വ്യക്തി. അവരെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, അതെല്ലാ അർത്ഥത്തിലും അവരെ കൂടുതൽ തിരിച്ചറിയാനുള്ള പ്രാപ്തിയും പരിജ്ഞാനവും തരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മൂന്നാമത്, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ നമുക്ക് അവകാശമുള്ളത് നമ്മുടെ കുടുംബ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ഏത് ക്ഷോഭങ്ങളും പൊട്ടിത്തെറികളും അതിൻ്റെ ഏറ്റവും വലിയ പീക്ക് ലെവലിൽ വെളിപ്പെടുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തിലാണ്. അപ്പം ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും വലിയ വഴക്കുകളായി തീരാനുള്ള സാധ്യത ഇതിനകത്തുള്ളത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു കലഹങ്ങൾ വലിയ വഴക്കുകളായി തീരാതിരിക്കേണ്ടതിന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നാലാമത്തെ കാര്യം, നമ്മളുടെ പാർട്ട്ണറിൻ്റെ വീട്ടുകാർ നമ്മളോട് ചെയ്തത് നമുക്ക് മറക്കാനൊരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ദ്രോഹിക്കുന്ന വ്യക്തികളെ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ മറക്കാനും ക്ഷമിക്കാനും കഴിയാതെ വരുന്ന ഈ ഒരു സിറ്റുവേഷൻ അത് പങ്കാളിയോട് സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പം ഒരു കുസൃതിയായിട്ട് പറയും, എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തു. പിണങ്ങുമ്പോൾ അത് വലിയ ആക്രോശമായിട്ട് വിളിച്ചു പറയുകയും ചെയ്യും. അപ്പോൾ കുടുംബജീവിതത്തിനകത്തോട്ട് മറ്റൊരാളുടെ ഇടപെടലിനെ നമ്മൾ മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയ്ക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒരിക്കലും ഹർട്ട് ചെയ്യപ്പെടാതിരിക്കേണ്ടതിന് ക്ഷമിക്കാനും മറക്കാനുമുള്ള കഴിവിനെ ദൈവത്തോട് പ്രത്യേകം ചോദിച്ചു മേടിക്കണം. അടുത്തത്, ഈ സംസാരത്തിൽ സൗമ്യതയും അന്യോന്യമുള്ള ബഹുമാനവും നിലനിർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പേരിൽ സൗമ്യതയുടെ പരിധികൾ അതിലംഘിക്കാതെ നിൽക്കാൻ സാധിക്കേണ്ടതിന് സൗമ്യതയ്ക്ക് കോട്ടം വരുന്ന വിധത്തിലുള്ളതായ ട്യൂണുകൾ അതിനകത്തേക്ക് സംസാരങ്ങൾക്കിടയിൽ വരാതിരിക്കാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. വീട്ടിൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിൽക്കണം. ക്രിസ്തുവിലെ സമാധാനമാണ് നമ്മുടെ മേൽ വാഴേണ്ടത്, അല്ലേ? അപ്പോൾ ആ സമാധാന അന്തരീക്ഷം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സംസാരത്തോടുകൂടെ മുഖഭാവവും നേരെയാകണം. ഇല്ലെങ്കിൽ നിൻ്റെ മുഖത്ത് എന്നാടി ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം തന്നെ അങ്ങനെ നീറുകടിച്ച പോലെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ മുഖഭാവം നേരെ ആയിരിക്കണമെങ്കിൽ മൈൻഡ് നേരെ ആയിരിക്കണം. മനസ്സൊക്കെ ശാന്തമാകണമെങ്കിൽ അന്തരീക്ഷം തന്നെ സമാധാനപരമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. അത് ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത്, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ സ്ഥിരതയും അനുഗ്രഹവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം ചെറുതാണെങ്കിലും ആ ചെറു വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും പരിജ്ഞാനവും ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തോറ്റുപോയാൽ ഫാമിലി ലൈഫിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ ഇത്രയും അനുഭവിക്കുന്നതെന്ന് ഒരാൾ പറയും. നിന്നെ കെട്ടിയതിന് ശേഷം ഞാൻ ഇത്രയും കിടന്ന് വലഞ്ഞതെന്ന് മറ്റേ ആൾ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് അവിടെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് അച്ചടക്കം ഉണ്ടാകണം. കൃത്യമായിട്ട് നമ്മളുടെ വരുമാനങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ ഓരോന്നിനെയും പാർക്ക് ചെയ്യേണ്ട ടൈമിൽ കൃത്യമായ ഇടങ്ങളിൽ പാർക്ക് ചെയ്യാനും സേഫാക്കാനും ഉള്ളതായ പരിജ്ഞാനം പ്രായോഗികമായിട്ട് നേടിയെടുക്കണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമില്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ കടബാധ്യതയിൽ നിന്ന് നമുക്ക് പുറത്തു വരണം, ഇതൊക്കെ നിങ്ങൾ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറും.
എട്ടാമത്തെ ഒരു ഉപദേശമെന്ന് പറയുന്നത് അനാവശ്യമായ ചെലവുകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഏത് നിമിഷവും കൂട്ടിൽ നിന്നും പുറത്ത് പറന്നു പോകാൻ തയ്യാറാകുന്ന ഒരു കിളിയെപ്പോലെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സ്. ഇതിനകത്ത് തന്നെ അകപ്പെട്ട് കിടക്കുന്നത് അങ്ങനെയോ പരിശ്രമം ഒരിക്കലും നിർത്തരുത് കേട്ടോ. അടുത്തത്, നമ്മളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ സൽസ്വഭാവികളും തികഞ്ഞ വ്യക്തിത്വമുള്ളവരും ദൈവാശ്രയബോധവും ദൈവഭയവുമുള്ളവരും സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള നല്ല പൗരന്മാരുമായിട്ട് നമുക്ക് അവരെ വാർത്തെടുക്കണം. അതിന് പരിജ്ഞാനമുള്ള മാതാപിതാക്കളും അവർ പുറകിലുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ നില വെച്ച് പോയാൽ നമ്മൾ എത്തിയെടുത്തേ നമ്മുടെ പിള്ളേർ വരുവുള്ളൂ. ഒരിക്കലും അതല്ല. നമ്മൾക്കപ്പുറത്ത് അവർ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ വളർച്ചാ കാലഘട്ടത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവമേ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ എന്നെ സഹായിക്കണം, അവർക്ക് ഏറ്റവും നല്ലൊരു പേരൻ്റ് ആകാൻ എന്നെ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെന്നുള്ള നിലയിൽ ഒരു നല്ല പിതാവിൻ്റെ അഭിഷേകം ലഭിക്കാൻ ഹസ്ബൻഡുമാരും ഒരു മാതൃ അഭിഷേകത്തിനായിട്ട് അമ്മമാരും പ്രത്യേകം ദൈവത്തോട് കൃപ ചോദിച്ച് മേടിച്ച് പ്രാർത്ഥിക്കണം. യേശുവിനെ ഉള്ളിൽ പ്രാപിക്കുന്ന നേരത്ത് വിശുദ്ധ മാലാഖ മുഖാന്തിരം വിശുദ്ധ കന്യാമറിയത്തിൻ്റെ അരികിൽ ദൂതൻ വന്നു നിന്ന് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പോൾ ഒരു കുഞ്ഞിനെ വളർത്തുക, ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കൃപ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൈതലിനെ ദൈവപദ്ധതിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള കൃപ ആ വ്യക്തിയുടെ മേൽ വരുമ്പോഴേ ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ നല്ലൊരു പിതാവോ നല്ലൊരു മാതാവോ ആയി മാറാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ചോദിച്ച് മേടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അപ്പൻ എന്നെ എങ്ങനെ വളർത്തിയത്, എൻ്റെ അമ്മ എങ്ങനെ, സിസ്റ്റം തെറ്റാണ്. ആ കാലഘട്ടമല്ല ഇത്. നിങ്ങളൊരിക്കലും പൂർവ്വ കാലഘട്ടങ്ങളുമായിട്ട് ഇന്നത്തെ ജനറേഷനെ കമ്പയർ ചെയ്യരുത്. ഇത് ജെൻസി ജനറേഷനാണ്. നമ്മളൊക്കെ അവരൊക്കെ വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അവരെ ഒരിക്കലും നമുക്ക് നമ്മളുടെ ലെവലിൽ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് സിസ്റ്റം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വലിയ ദൈവകൃപ കർത്താവിൽ നിന്ന് ചോദിച്ച് മേടിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, രോഗം വരുമ്പോൾ പ്രാർത്ഥിക്കരുത്. അതിനേക്കാൾ ഉപരി ആരോഗ്യം നിലനിർത്താൻ, ദീർഘായുസ് ഉണ്ടാകാൻ, ആപത്തനർത്ഥ രോഗദുഃഖങ്ങൾ ഭവനത്തിൽ കയറാതിരിക്കാൻ, സമ്പത്ത് തിന്നുന്ന രോഗങ്ങളാൽ മല്ല് പിടിക്കാതിരിക്കേണ്ടതിന്, ദുരന്തങ്ങളിലോ പ്രകൃതിക്ഷോഭങ്ങളിലോ നമ്മുടെ കുടുംബം അകപ്പെട്ടോ ഉയർന്ന് വട്ടം കറങ്ങാതിരിക്കേണ്ടതിന് സംരക്ഷണത്തിനായിട്ട് തമ്പുരാനോട് പ്രത്യേകം കൃപയാചിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഈ ദാമ്പത്യ ബന്ധത്തിൽ മൂന്നാമത്തെ വ്യക്തികൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. അത് പലപ്പോഴും ദുഃഖിതരായിരിക്കുന്ന ഭാര്യമാരോടും എല്ലാം സംസാരിച്ചായിരിക്കും ഒരാൾ വരുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന ഹസ്ബൻഡിനോട് ചിരിച്ച് കാണിച്ചായിരിക്കും വേറൊരാൾ വരുന്നത്. ഇങ്ങനെ വരുന്നവർ പലപ്പോഴും രണ്ടു പേർക്കും ഒരുപോലെ അറിയാവുന്ന ഒരാളായിരിക്കും. ദയവ് ചെയ്ത് അങ്ങനെയുള്ളതായ മൂന്നാം ഇടപെടലുകൾ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അടുത്തത്, കുടുംബത്തിൽ വിശ്വാസവും തുറന്നൊരു മനസ്സും എല്ലാവർക്കും തമ്മിൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയണം. ആ ദമ്പതിമാർക്ക് പരസ്പരം ഏത് കാര്യവും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ആന്തരിക ബന്ധം അവിടെ ഉണ്ടാകണം. മിണ്ടുകയും പറയുകയും ചെയ്യാത്തവരുടെ കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സഹിച്ച് കടിച്ച് പിടിച്ചാണായിരിക്കും പലപ്പോഴും ജീവിക്കുക. ഈ സാഹചര്യത്തിന് മാറ്റം വരണം. വീട് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമായി മാറണം. വീട്ടിൽ കാലെടുത്ത് വെക്കുമ്പോഴേ ഒരു പ്രാർത്ഥനയുടെയും ദൈവകൃപയുടെയും അന്തരീക്ഷം ഭവനത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങുമ്പോഴും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് വേണം. ചിലർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എഴുതാൻ കഴിവുണ്ട്, പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾ അതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. എനിക്ക് പാടാൻ കഴിവുണ്ട്, എൻ്റെ ആൾ അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നാൽ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ, പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന നിലയിൽ ഒരു ടീമായി മുന്നോട്ട് പോകുവാനുള്ള ഒരു നില രൂപപ്പെടുത്തിയെടുക്കണം. നിരാശയും ഏകാന്തതയും ലൈഫിൽ കയറിയാൽ പിന്നെ അത് രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ദോഷങ്ങളും അതിലേക്ക് കടന്നു വരരുത്. നമ്മളുടെ ഒരു സഹോദരൻ ഇന്നലെ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് കൂടി ഇരിക്കുമ്പോഴാണ് പറയുന്നത്, നല്ലൊരു ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഒരു ബിരിയാണി മേടിച്ചു. ആ ബിരിയാണി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മകൻ കഴിക്കുമ്പം അതിനകത്ത് അവൻ്റെ വായിലെന്തോ ഒന്ന് തടഞ്ഞെടുത്ത് നോക്കുമ്പോൾ മുഴുത്തൊരു പഴുതാര. പിന്നെ അത് കഴിക്കാൻ പറ്റുമോ? ബിരിയാണി എന്നാണ് പേര്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ നിരാശയും ഏകാന്തതയും ലൈഫിൽ കയറിയാൽ അത് ആഹാരത്തിലെ പഴുതാര പോലെയാണ്. ഇത് മറന്നു പോകരുത്. അത് കയറിയാൽ ഉടനെ അത് ക്ലിയർ ചെയ്തോണം. ഒരു കാരണവശാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കരുത്. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ദുർശീലങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് പലതരം മയക്കുമരുന്നുകളുണ്ട്, പലതരം ലഹരികളുണ്ട്, പലതരം വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്, പലതരം ആപ്പുകളുണ്ട്. ഈ ആപ്പിനകത്തൊന്നും പോയി പെട്ടേക്കല്ലേ കേട്ടോ. കാരണം സ്വന്തമായിട്ടൊരാളുള്ളപ്പോൾ തന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ
ഒറ്റപ്പെടലുകളെയും വൈകാരികതകളെയും ചൂഷണം ചെയ്തുകൊണ്ട് സംസാരിക്കാം എന്ന നിലയിൽ പലരെയും ഡേറ്റിങ്ങിലാക്കുന്ന ഡേറ്റിംഗ് ആപ്പുകൾ ഇന്ന് ഒരുപാടുണ്ട്. അങ്ങനെയുള്ളതിനകത്തൊക്കെ ചെന്നുപെട്ടാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശ്വാസ്യത തകർന്നു പോകും. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ദയവായി പോയി പെട്ടേക്കരുത്. വീട്ടിൽ നിന്ന് നിന്നായും അസമാധാനങ്ങളും മാറിപ്പോകണം. സന്തോഷം വന്ന് നിറയണം. നമ്മളുടെ പഴയ മുറിവുകൾ ജീവിതത്തിൽ നിന്ന് സൗഖ്യമായി തീരണം. ഒരുപാട് ട്രോമകളിലൂടെ കടന്നുപോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉൾക്കൊള്ളുന്നതിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ പ്രയാസം കാണും. 1-2 വർഷമായിട്ടും 10-20 വർഷമായിട്ടും ആ ഒരു ട്രോമകളിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയാതെ കടന്ന് വലയുന്ന ഒത്തിരി പേരെ കൗൺസിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത്തരം മുറിവുകളുടെ മേലെല്ലാം നല്ല ശമരിയാക്കാരൻ്റെ വീഞ്ഞും എണ്ണയും കൊണ്ടുള്ളതായ ചികിത്സ നടത്തപ്പെടേണ്ടതിന് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സംശയങ്ങളും തെറ്റിദ്ധാരണകളും പലപ്പോഴും തുറന്നു പറയാതെ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന വില്ലനാവട്ടോ. അപ്പോൾ അത് അകത്ത് കയറിക്കഴിഞ്ഞാൽ ചിരിക്കുകയും കളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഉള്ളിൽ ഈ ഒരു കൊളുത്ത് വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഇടപെടുന്നത്. നല്ലൊരു ഇരയാണ്, പക്ഷേ അതിൻ്റെ അകത്തൊരു ചൂണ്ടക്കൊളുത്തുണ്ട്. ആ ചൂണ്ട വിഴുങ്ങിയാൽ തീർന്നു കാര്യങ്ങൾ. ഒരിക്കലും വരല്ലേ മക്കളെ. ജീവിതത്തിൻ്റെ മേൽ ഇങ്ങനെയുള്ളതായ ദുരിതങ്ങളെ വന്ന് ഭവിപ്പിക്കുന്ന സകലവിധ വിപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ കർത്താവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അടുത്തത്, ആത്മീകമായൊരു ഐക്യമുണ്ടാകണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാനില്ല, നീയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കരുത്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ചെയ്യരുത്, അങ്ങനെയൊന്നും പാടില്ല. ആഹാരം കഴിക്കുന്ന മേശയിൽ നിന്ന് എഴുന്നേറ്റ് പോകാറുണ്ടോ? ഇല്ലല്ലോ. സെക്സിൽ ഏർപ്പെടുമ്പോൾ പോകാറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിനകത്ത് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു? അരുത്. ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും കർത്താവിനോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിക്കുന്ന ഒരു നല്ല ദാമ്പത്യ വേദിയായിട്ട് നിങ്ങളുടെ ജീവിതം മാറണം. കുടുംബജീവിതം എന്നും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം. യോശുവ പറഞ്ഞ വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഈ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങൾ സന്തോഷത്തിലും സ്നേഹത്തിൻ്റെ വർധനവിലും എന്നും സമൃദ്ധമായിരിക്കാൻ യേശുവപ്പെ സഹായിക്കുമാറാകണമേ. അങ്ങ് സഭയെ സ്നേഹിച്ചതുപോലെ ജീവിത പങ്കാളികളെ സ്നേഹിപ്പാൻ പുരുഷന്മാരെയും സഭ ക്രിസ്തുവിന് വിധേയപ്പെട്ട് സ്നേഹിച്ചിരിക്കുന്ന പോലെ തങ്ങളുടെ ജീവിത പങ്കാളിമാർക്ക് സ്നേഹത്തോടെ ചേർന്നിരിപ്പാൻ എല്ലാ കുടുംബിനിമാരെയും ദൈവം സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം ഞങ്ങളുടെ മാനവികതയിലെ സ്നേഹവും ഐക്യതയും കണ്ട് സന്തോഷം നിറഞ്ഞ കണ്ണുകളാൽ വളർന്നു വരുവാൻ കർത്താവ് കരുണയാക്കണമേ. നാഥ, ഒരുപാട് കുടുംബങ്ങൾ സങ്കടത്തിൻ്റെയും തകർച്ചയുടെയും വക്കിലാണ്. എന്നാൽ ഇന്ന് ഈ തിരുവെഴുത്ത് പറഞ്ഞ് വായിച്ച് പ്രാർത്ഥിക്കുകയും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകലരുടെയും ജീവിതത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഐശ്വര്യത്തെ എൻ്റെ കർത്താവ് പ്രദാനം ചെയ്യണം. ഞാനിവരെ വലിയവനായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം നിറഞ്ഞ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്തോഷം, എൻ്റെ യേശുവിൻ്റെ നാമത്തിലെ സന്തോഷം ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ വാഴുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ സുവിശേഷ വേലയിൽ എന്നോട് കൂടെ പങ്കാളികളാകുക. തകർന്നിരിക്കുന്ന മറ്റൊരു കുടുംബ ബന്ധങ്ങളിൽ ഉലയുന്ന ഒരാൾക്ക് ആശ്വാസമാകാൻ ഈ ദൂത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുക. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.